സംഭവം നേരത്തെ പറ്റിയത് ഇതിന് തൊട്ടപ്പുറത്തേനൊരു ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിച്ച അതാണ്. എല്ലായിടവും നമ്മളെ കാപ്പിൽ ബീച്ചിലെ പോലെ കുടകളാണ്. കിങ് കോബ്ര, പെരുമ്പാമ്പ്, മൂർഖൻ, അണലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള. ടോട്ടൽ ഇത് 20 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ദൈർഘ്യം. അനങ്ങൻ മലയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് പാലക്കാടിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ. ബാക്കിയുള്ള ജില്ലകളുടെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് ഇനി പോകാൻ പോണത് ടിപ്പു സുൽത്താൻ കോട്ടയാണ്. പാലക്കാട് ജില്ലയിലെ ടിപ്പു സുൽത്താൻ കോട്ട. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന 41 കിലോമീറ്ററാണ്. ഇപ്പോൾ ഇത്രയും നേരം കുഴപ്പമില്ല. ഇനി മഴയുടെ ചാൻസ് കാണുന്നുണ്ട്. ഇനി അടുത്ത് 41 കിലോമീറ്റർ നമ്മൾ പോയതിന് ശേഷം കാണും ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക്. വഴിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. മെയിൻ റോഡ് ഇതാണ്. നമുക്ക് ഇതുപോലൊരു സ്ഥലം, ഒരു കട, എന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടും. കടയിലടുത്ത് ഇറങ്ങി ഫുഡ് കഴിച്ചു. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. മഴ ഇങ്ങനെ കറങ്ങി വരണം. നമ്മൾ വന്ന സമയത്തും മഴ പെയ്തതിന് ശേഷം പിന്നെ തുറന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മുടെ ലഗേജുകളൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇനി അടുത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ടിക്കറ്റ് കൗണ്ടർ തപ്പി നടക്കുകയാണ്. കാർ പാർക്കിങ്ങിന് 30 രൂപയാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്. ടിക്കറ്റ് കൗണ്ടർ ആ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തുള്ള പാലക്കാടിൻ്റെ സെൻറ്ററിൽ തന്നെ, ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ് പണ്ടത്തെ ഒരു കോട്ട. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. 25 രൂപയാണ് കേട്ടോ ഒരാൾ. അവിടെ നിന്നാണ് എൻട്രൻസ്. ഇതുവഴിയാണ് നടന്നു പോകാനുള്ള വഴി. കയറി വരണ ഭാഗത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നല്ല മഴ പെയ്ത സമയമാണ്. മഴ പെയ്ത് വെള്ളമൊക്കെ നങ്ങി കിടക്കുകയാണ്. അയ്യോ കോട്ടയം പോകണമെന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ കയറിയിട്ടുണ്ട്. സംഭവം നേരത്തെ പറ്റിയത്
ഇതിന് തൊട്ടപ്പുറത്തേനൊരു ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിച്ചത് അതാണ്. അപ്പോൾ കറക്റ്റ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവിടെ വന്ന് വലിയൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു എൻട്രൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, രണ്ടും ഏകദേശം ഒരേ എൻട്രൻസ് തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് ടിക്കറ്റ് എടുത്തു. അവിടെ ടിക്കറ്റ് 100 രൂപ, 4 പേർക്ക് 25 രൂപ. ഇവിടെ അതെയാണ് 25 രൂപ. പക്ഷേ എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ വന്ന ആൾക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ്. നമുക്ക് അവിടെ നിന്നാണ് എൻട്രൻസ് ഇങ്ങനെ കറങ്ങി. അപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ ഇതിനകത്തൂടെ കയറി ഇങ്ങോട്ട് വരിക. ഇതാണ് വഴി. ഇവിടെ ഇതിന് ചുറ്റും ഈ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഫുള്ളും വെള്ളമാണ്. അതിനകത്ത് ആമയുണ്ട്. അതിനകത്ത് ആമ കിടപ്പുണ്ട്. കുറേ ആമ കിടപ്പുണ്ട്. അവിടെ അതിനകത്ത് നല്ല വീതിക്ക് കിടങ്ങുകളുണ്ട്. അതിനകത്ത് ആമകൾ ഇഷ്ടം പോലെ ആമകൾ കിടപ്പുണ്ട്. ഇപ്പോൾ മഴ പെയ്യും എന്നുള്ള ഒരിത് കൊണ്ട് മാത്രമേ ഒന്ന് ഓടിപ്പോകുന്നുള്ളൂ. മഴ നല്ല സംരക്ഷിത സ്മാരകമായിട്ട് വച്ചിരിക്കുന്നൊരു കോട്ടയാണ്. ഒരുപാട് കാര്യങ്ങളും ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം നല്ല മഴയാണ് കേട്ടോ. ക്യാമറ നനയാനും ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായിരുന്നാലും അകത്തോട്ട് പോയി ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. കേരളത്തിൻ്റെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ഇതിനെ ടിപ്പു സുൽത്താൻ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. മൈസൂർ രാജാവായിരുന്ന ഹൈദരലി 1766 പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിലൊന്നാണ് ഈ കോട്ട. മഴയാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് നടന്ന് കാണാനും ഉണ്ട്. പക്ഷേ മഴ നമ്മുടെ ചതിക്കുന്നുണ്ടെന്ന്. പാലക്കാട് കോട്ട വളരെ പണ്ട് മുതലേ ഉള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നു. എങ്കിലും 18-ാം നൂറ്റാണ്ടിന് മുൻപ് സ്വതന്ത്ര ഭരണാധികാരിയായി. 1757 അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആൾക്കാരെ അയച്ചു. ഹൈദരലി ഈ അവസരം ഉപയോഗിച്ച് പാലക്കാടിന്റെ ഭരണം പിടിച്ചെടുത്തു. അന്നു മുതൽ 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താന്റെയോ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചെടുത്തത് 1768 കേണൽ വുഡ് ഹൈദരലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ്. എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദർ കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചു. നമ്മൾ കോട്ടയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. നേരത്തെ കണ്ട ക്ഷേത്രം നമ്മൾ ഇതിൻ്റെ താഴത്തായിട്ടാണ് നമ്മൾ ക്ഷേത്രം കണ്ടത്. ഇതിൻ്റെ ചുറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ചെടികളും മരങ്ങളൊക്കെ ചേർത്തൊരു നല്ലൊരു ഉദ്യാനം പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനകത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കോട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേ കിടങ്ങുകൾ കാണാം. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ചുമരുകളാണ്. അത്രയ്ക്കും വീതിയിലാണ് ഇതിൻ്റെ ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ കോട്ടയുടെ മുകളിലാണുള്ളത്. ഇത്രയും വീതിയാണ് ഇതിൻ്റെ ചുവരുകൾക്ക്, ഇത്രയും വീതിയാണ്. അതിന് തൊട്ട് താഴെയാണ് ഈ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ മുഴുവൻ നിറയെ വെള്ളമാണ്. ഇപ്പോൾ ബോട്ടൊക്കെ കിടപ്പുണ്ട്, നിറയെ വെള്ളമാണ്. ഞാൻ നേരത്തെ കാണിച്ചത് ആമകളൊക്കെ അതിനകത്താണ് ഉള്ളത്. അതിന് ചുറ്റും ഇപ്പോൾ കിടങ്ങുകളാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ ബാക്കിയുള്ള കോട്ടകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്, മിക്കവാറും ഉള്ള കോട്ടകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കടലിനോട് ചേർന്നാണ്. പക്ഷേ ഈ സ്ഥലത്തൊന്നും കടലൊന്നുമില്ല, അല്ലാണ്ടുള്ളൊരു കോട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും കൂടുതലും നശിച്ചു പോകാതെ ഇത്രയും ബാക്കി ഇവിടെ അവശേഷിക്കുന്നത്. 1783 കേണൽ ഫുള്ളർട്ടൺ 11 ദിവസം കോട്ട വളഞ്ഞു വെച്ച് കോട്ട പിടിച്ചടക്കി. എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു. പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന് കീഴിലായി. 1790 അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവർട്ടിന്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി. ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമാക്കി ഈ കോട്ട ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു. 1900-ന്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി. പണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇല്ലെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. കാരണം
കാരണം വേറൊന്നുമല്ല, എനിക്കിത് സ്വസ്ഥമായിട്ട് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലായിടവും നമ്മളെ കാപ്പിൽ ബീച്ചിലെ പോലെ കുടകളാണ്, നിറയെ കുടകളാണ്. ഒരുപാട് കുട്ടികളും കപ്പിൾസായിട്ട് കുട്ടികൾ കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, കപ്പിളായിട്ട്, ആണും പെണ്ണുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ സംരക്ഷണം നൽകുന്നതിൽ എന്തായിരുന്നാലും അതിൽ ഒരു മാറ്റമില്ല. ഇതിനകത്തുള്ള ചെറിയ ചെറിയ കോട്ടകൾ, അപ്പോൾ അതിനകത്തൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. നോക്കിയിട്ട് മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അകത്ത്. ഓക്കെ, ഇവിടെ ആരുമില്ല. നേരത്തെ പറഞ്ഞത് കൊച്ചുകുട്ടികൾ, സ്കൂളിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കാപ്പിൽ ബീച്ചിൽ കുടകളുടെ അടിയിൽ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ കുടകളുടെ അടിയിൽ ഇരിക്കുന്നത് പോലെ ഒരുപാട് ആൾക്കാരെ കാണാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ. പിന്നെ മലയാളികൾ മാത്രമല്ല, ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. എന്തായിരുന്നാലും നല്ല വലിയൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു കോട്ടയാണ്. ഇതിൻ്റെ മതിലുകളുടെ വീതി തന്നെ കണ്ടാൽ അറിയാം, നല്ല വീതിയാണ്. പിന്നെ ചീങ്ക കല്ല് വെച്ചാണ് ഈ നടപ്പാതയൊക്കെ കെട്ടിയിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കോട്ടയാണ് ഈ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിക്കാം. പുറത്തോട്ട് ഇറങ്ങാൻ നമുക്കിനി അടുത്ത് ഒരു സ്ഥലം കൂടെ പോകാനുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് ഒരു സ്ഥലം കൂടെ പിടിക്കണം. എന്തായിരുന്നാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പാലക്കാട് വരുന്നവർ ഈ സ്ഥലം ഒന്ന് മറക്കാതെ കാണുക. 25 രൂപയുള്ള ടിക്കറ്റ്, രാവിലെ ഒരു വൈകുന്നേരം വരെ ഉണ്ട്. ടൈമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടുന്ന് പുറത്തേക്കുള്ള വഴി നോക്കാം, ഇറങ്ങാം. പാലക്കാട് കോട്ടയിൽ നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്ററുകളാണ് ഉള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു പാലക്കാട് കോട്ട. അത് പാലക്കാട് ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലം മലമ്പുഴ ഡാം. ഇത് വലിയൊരു ഡാമാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ റോപ്പ് വേയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഇനി അടുത്ത് പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കോട്ടയിൽ അവിടെ നിന്ന് നമ്മൾ നേരെ മലമ്പുഴ ഡാം എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 10 കിലോമീറ്റർ. ഇപ്പോൾ സമയം 4:45. ഇവിടെ 7:30 വരെ ടിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് ടിക്കറ്റ് റേറ്റൊക്കെ അങ്ങോട്ട് പോയിട്ട് നോക്കാം. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. പാർക്കിങ്ങിന് 30 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മൾ ഇതുവരെ പോയതിൽ ഏറ്റവും തിരക്ക് കൂടിയ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. ആലപ്പുഴ ബീച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെയും നല്ല തിരക്കുണ്ട്. ഒരുപാട് കച്ചവട കടകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല തിരക്കുള്ള ഒരു സ്ഥലം മലമ്പുഴ ഡാം. ഇവിടെ ഡാം മാത്രമല്ല, ഒരു സ്നേക്ക് പാർക്കും കൂടെ ഉണ്ട്. പിന്നെ റോപ്പ് വേ ഉണ്ട്. അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അക്വേറിയം ഉണ്ട്. ഇവിടുത്തെ കടകൾ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. ഇത് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് സ്നേക്ക് പാർക്കിലേക്കാണ്. സ്നേക്ക് പാർക്കിൻ്റെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം എവിടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ എവിടെ നിന്നോ വന്ന ആൾക്കാരാണ്. എന്തായിരുന്നാലും നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്തു, അതിന് ശേഷം ഒരു ചായ കുടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പാർക്കിലേക്ക് കയറുന്നത്. ചായ 4. അപ്പോൾ അതിന് 25 രൂപ ടിക്കറ്റ്. മലമ്പുഴ ഡാമിൻ്റെ ടിക്കറ്റ് ഇപ്പുറത്താണ്, 2 സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് സ്നേക്ക് പാർക്കിലാണ് പോകുന്നത്. സ്നേക്ക് പൂമ്പാറ്റ ആണ്ട് എവിടെ പാമ്പ്? അത് ദൂണ്ട കണ്ട ചേരാ ദൂണ്ട് കിടക്കണണ്ട. ദൂണ്ട് ചേരാ. ഒരുപാട് പാമ്പ് കളക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൽ ക്യാമറ കൂടെ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആണല്ലേ? ദൂണ്ട പാമ്പ് 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 ഉള്ളല്ലേ? മൂർക്കം പാമ്പ്
ഒരെണ്ണം ഇതാണ്ട് അത് വലുത്. ആ അതെ അതെ അപ്പം നിന്ന് ഇപ്പം കണ്ടാ കണ്ടല്ല. ആ എന്നാ ഓ പാമ്പല്ലേ. ഓ ആമ എവിടെ ആമ? ആമ കുരങ്ങ എവിടെ? കുരങ്ങ 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 പോ കുരങ്ങ പോ 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 പോടേ. വേറെ പോണോക്കെ നമ്മൾ സ്നേക്ക് പാർക്കിലാണേ, മലമ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള സ്നേക്ക് പാർക്കിലാണ്. ഒരു രക്ഷയില്ല, ഒരുപാട് കളക്ഷൻ, ഒരുപാട് തരത്തിലുള്ള പാമ്പുകളും അതിൻ്റെ വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് ആമ മുതല ഇതൊക്കെയുണ്ട്. എന്തായാലും പാമ്പുകൾ ഒരുപാടുണ്ട്. നമ്മളെ കിങ് കോബ്ര, പെരുമ്പാമ്പ്, മൂർക്കൻ, അണലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകലവിധ പാമ്പുകളും നമുക്ക് പരിചയമുള്ള ഒരുവിധപ്പെട്ട പാമ്പുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. 25 രൂപ ടിക്കറ്റ്. എന്തായിരുന്നാലും നഷ്ടമായില്ല, സമയം എടുത്ത് കണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. എല്ലാവർക്കും കാണാമെന്നുള്ള രീതിയിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തുള്ള ഡാമിലൂടെ കയറിയിട്ട് ഇന്നത്തെ ദിവസം സമയമാവും ഏകദേശം. എന്തായാലും അപ്പോഴത്തെ ഡാമിലൂടെ പോകാം, മലമ്പുഴ ഡാമിൽ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മലമ്പുഴ ഡാം. അതിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇത് നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ കാരണം എൻട്രൻസിൽ ഒരു സൈഡിൽ മുഴുവൻ കടകളാണ് കേട്ടോ. നമ്മുടെ ഡാമിൻ്റെ ടിക്കറ്റ് എടുത്തില്ല. ഇവിടെ ഇനിയിപ്പോൾ 6 വരെ ഉള്ളൂ. അതുകൊണ്ട് റോപ്പ് കാറിൻ്റെ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 71 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഡാം 8 മണി വരെയുണ്ട്. ഇവിടെ പക്ഷേ നേരത്തെ അടയ്ക്കുന്നില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നേട്ടാ. പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, മുന്നിലും ഒരുപാട് ആൾക്കാരുണ്ട്. ക്യാമറ അതുപോലെ ആൾക്കാർ ഓക്കെ എടുത്തോളൂ. സൈഡിലെ കൈ എടുക്കും. കൈ കൊടുക്കണം. അമ്മ അങ്ങ് ദൂരെ നിൽക്കുകയാണേ, അപ്പൊ ഇതിന് അവിടെ ഇതിന് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ്. 71 രൂപയാണ്. 70 എന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. 71 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 64 ഇതുപോലെ ചെയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. 64 ചെയറുകളുണ്ട്. അതുപോലെ നമുക്ക് മലമ്പുഴ ഡാം ദൂരെ കാണാം. ഇവിടെ ഉള്ള പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇത്രയും മുകളിലാണ് പോണത്. ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരൊക്കെ ഇതാ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനടിയിലാണ് ബാക്കിയുള്ള ആൾക്കാർ. നമ്മൾ മലമ്പുഴ ഡാമിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിനകത്താണ് കയറാൻ. നമ്മൾ ചിലപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഇങ്ങ് വന്നത്. ഒപ്പം വേക്കെ വരുന്നുണ്ട്. മുന്നേ എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ എന്ന് പറ. സൂപ്പർ. ടോട്ടൽ ഇത് 20 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ദൈർഘ്യം നമുക്കിതിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത് 20 മിനിറ്റ് ആണ്. അപ്പോൾ അതാണ് മലമ്പുഴ ഡാം. നമ്മളിനി അടുത്ത് ടൈമുണ്ട്. അവിടെ 8 മണി വരെ ഉണ്ട് ടിക്കറ്റിൻ്റെ. അപ്പോൾ നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും. അപ്പോൾ മലമ്പുഴ ഡാം അടുത്ത് പോയി കാണാൻ പറ്റും.
നമ്മൾ റോപ്പ് കാറിൻ്റെ ഇപ്പുറത്തെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പകുതി ദൂരം ആയിട്ടുണ്ട്. ഇപ്പുറത്തെത്തി. ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് ഇനി അങ്ങ് പോകും തിരിച്ച്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പിന്നെ പറ കറങ്ങിപ്പോവും. അവിടെ കറങ്ങുന്നേട്ടാ. അയ്യോ 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 അയ്യോ. കറങ്ങട്ടെ കറങ്ങി അതാ കറങ്ങി. തൊണ്ട് ഹായ് ഹായ് പറ ഹായ് 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 ഹായ്. വെള്ളച്ചാട്ടം എവിടെ? വെള്ളച്ചാട്ടം പോയി. ഡാം എവിടെ? ഡാം പോയി. മാൻ എവിടെ? ഇപ്പൊ എന്തൊരുണ്ട് കാണാൻ? ഒന്നുമില്ലേ? മരം എവിടെ? മരം പോയാ? ചെടി എവിടെ? ചെടി എല്ലാം പോയാടേ. അപ്പോൾ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഡാമിനകത്ത് ഇതുപോലെ തന്നെയാണ് കൂടുതൽ ചെടികൾ, പാർക്കുകളൊക്കെയാണ് ഇതിനകത്ത് സെറ്റിട്ടുള്ളത്. കുറേ സമയം നമുക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ അതിനകത്തുണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുള്ള റോപ്പ് കാർ അതുണ്ട്. അതുപോലെ ഇവിടെ ട്രെയിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോൾ ഓടുന്നില്ല എന്ന് തോന്നുന്നു. അത് ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നേരെ മുന്നിലായിട്ട് നമുക്ക് മലമ്പുഴ ഡാം കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോയ റോക്ക് കാറുകളും കാണാം കേട്ടോ. ഇതിവിടെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട്. ഒരുപാട് വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ മഴ പെയ്തിലൂടെ കിടക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. വാട്ടർ ഫൗണ്ടേഷൻ ആൾക്കാരൊക്കെ പലയിടത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ചെറിയ ഐസ്ക്രീമിൻ്റെ സ്നാക്സിൻ്റെ ഒക്കെ കൗണ്ടറുകളുണ്ട്. ഇഷ്ടംപോലെ ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട്. അത് നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ മുന്നേ ഡാം പോയി. മരങ്ങൾ സെറ്റ് ചെയ്ത് ഇത് പൂക്കുന്ന മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കളക്ഷനാണ്. അപ്പുറത്തെ പന മോഡലുള്ള ഇതുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തൊരു വാട്ടർ ഫൗണ്ടേഷനാണ്. ഇതുപോലെ നമ്മൾ മോളിൽ നിന്ന് കണ്ടപ്പോൾ ഒരുപാട് സ്ഥലത്ത് വാട്ടർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഗാർഡൻ സെറ്റിങ്സുകളും അത് മോളിൽ നിന്ന് കാണുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ എന്താണ് സെറ്റ് ചെയ്തതെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇവിടെ നോക്കിയ ഒരു ഗിറ്റാറിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് മോളിൽ നോക്കുമ്പോൾ കറക്റ്റായി കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെടികൾ വെട്ടി നിർത്തിക്കുന്നതൊക്കെ ഓരോ രൂപങ്ങളായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മുകളിൽ നിന്ന്, അതായത് ആ റോപ്പ് കാറിൻ്റെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും റോപ്പ് കാർ ഉണ്ട് കേട്ടോ. നമ്മൾ താമസിച്ച് പോകുന്ന വിചാരിച്ചിട്ടാണ് ഓടിപ്പടച്ച് അവിടെ എത്തിയത്. പക്ഷേ ഇപ്പോഴും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഡാം ഫുള്ളായിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ വേണം, കുറേ സമയം വേണം. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ട് കുറേ സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ള വൈഡായിട്ട് കാണാൻ പറ്റേ. പിന്നെ സമയം ഒരുപാട് ഇട്ടുന്നുണ്ട്. നമ്മൾ ഡാമിൻ്റെ ടോപ്പിലേക്ക് പോവാണ്. ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് കുറച്ച് അവിടെ അപ്പുറത്തുള്ള വിഷയം എന്താണെന്ന് നോക്കി ശേഷം നമ്മൾ ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം ഞാനും മുന്നച്ചി മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കാറിൽ പോയി. അവന് മരണം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനെ കൂടെ എടുത്തുകൊണ്ട് വന്നത്. മഴയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കാറിൽ പോയി. നമ്മളൊന്ന് ഓടി ടോപ്പിലോട്ട് പോയിട്ട് അവിടുത്തെ വിഷയിലൂടെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോഴത്തേക്കും ഇന്നത്തെ ലൈറ്റ് പോയി കിട്ടും. മലമ്പുഴ ഡാം നിങ്ങൾക്ക് കാണാം. ഇത്രയും വലിപ്പമുള്ള ഡാമാണ് കേട്ടോ. 1, 2, 3, 4 ഷട്ടറുകളാണുള്ളത്.
ഒരു നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയേക്കാം, എന്നാലും നേരിൽ കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട്. നമുക്ക് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ നോക്കാം. അപ്പോൾ സൈഡിലെ കാഴ്ചകളാണ്, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. റോപ്പ് കാർ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗാർഡൻ കറക്റ്റാണ് കാണാം കേട്ടോ. ഗാർഡൻ കാണാം, ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം, കുറച്ചപ്പുറത്ത് ഒരു സ്റ്റാച്ചു ഉണ്ട്, അതും കാണാം. ഇനി ഇപ്പുറ സൈഡ് വന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഇപ്പുറ സൈഡിലെ കാഴ്ചകൾ കാണാം. വെള്ളം കെട്ടി നിർത്തിയൊക്കെയാണ്. അപ്പുറത്ത് കുറേ മലനിരകൾ കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2-3 ദ്വീപുകളായിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ അങ്ങ് നീണ്ട് കിടക്കുകയാണ് ഡാമിൻ്റെ കാഴ്ചകൾ, അങ്ങ് വരെ കിടക്കുകയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഡാം കണ്ടോ? കണ്ടോ? നിന്നെ കണ്ടോ? കണ്ട? കൊള്ളാമോ? ഞാൻ കണ്ട്. കൊള്ളാം, സൂപ്പർ സൂപ്പർ. മലമ്പുഴ ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അത് ഏകദേശം പകുതി നിന്ന് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റും. അങ്ങ് വരെ പോയി കഴിഞ്ഞാൽ അങ്ങ് കിടപ്പുണ്ട്. അല്ല, അതുവരെ അടച്ചിട്ടുണ്ട്, പകുതിയിൽ അടച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകിൽ തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വന്നാൽ ആ ഇടുക്ക് വഴി കൂടെ നമുക്ക് ഇറങ്ങി വരാം. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ മിക്കവാറും എനിക്ക് തോന്നുന്ന ആ സ്റ്റാച്ചുവും കണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജും കഴിഞ്ഞ് അങ്ങ് പോകാൻ വേണ്ടി നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്, ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഇവിടെ നിന്ന് അങ്ങ് പോകണം. ഓക്കെ. നമുക്കിനി ഇവിടെ ഒരു 2 ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് കേട്ടോ. ഒന്നിൽ കൂടെ കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് പോകാം. ഡാമിൻ്റെ സമാന്തരമായിട്ട് ഫ്രണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള 2 ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. അതിൽ കൂടെ നമ്മൾ കയറി ഇനി അപ്പുറത്തോട്ട് പോകണം. നമ്മൾ ഡാമിൻ്റെ മണ്ടേ കൂടെയാണ് ഇപ്പുറത്ത് വന്നത്. നമുക്ക് ഇതുവഴി കയറി അപ്പുറത്ത് പോകാം കേട്ടോ. ഇടയ്ക്ക് രാഹി വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു ടീം വന്നിട്ട് ചെറിയ മ്യൂസിക് പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടിയാലായിരുന്നു. ഞാൻ കയ്യിൽ മെലോഡിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് വായിക്കാം ഈ ട്രിപ്പിനിടയ്ക്ക്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. എന്തായാലും നമ്മൾ അവിടെ ഒരു ചെറിയ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ രാഹി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. കിട്ടിയാലൊരു ചാൻസ്. നമുക്ക് ഇതുപോലുള്ള വരുന്ന സ്റ്റേജുകളൊക്കെ ഭയങ്കര സന്തോഷമാണ്. പറ്റുകയാണെങ്കിൽ നോക്കിയിട്ട് ആ മെലോഡിക്കൽ ഒരു പാട്ടൊക്കെ വായിക്കുക എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ പെട്ടെന്ന് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. രാത്രി ആകുമ്പോൾ ഇതിൽ ഈ പാർക്കിൽ നിറയെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ആവാറായിട്ടുണ്ട്, ലൈറ്റ് പോയി തുടങ്ങി. നമുക്കിനി എത്രയും പെട്ടെന്ന് കാറിലെത്തുക, റൂമിൽ പോകാം. മണ്ണാർക്കാടാണ് നമുക്കിന്നുള്ള റൂം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നിറയെ ആൾക്കാരുണ്ട് ഇതിനകത്ത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ സമീപ പ്രദേശത്തെ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ്. എല്ലാവിടെ ലൈറ്റും പിന്നെ അതുപോലെ തന്നെ തിരക്കും കൂടെ ഉള്ളതുകൊണ്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലായിരുന്നാലും ശരി, ആരും ഇല്ലെങ്കിൽ അത് അത്രയ്ക്ക് എത്രയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ആസ്വദിക്കുക എന്നുള്ളവർക്ക് ആസ്വദിക്കാം. എന്നാൽ ആളുകളിവിടെ ഉള്ളപ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇവിടെ നിറയെ കടകളുണ്ട്, അതുപോലെ തന്നെ നിറയെ ആൾക്കാരുമുണ്ട്. രാഹി പറഞ്ഞതുപോലെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്. ഇതുവരെ ഒരു സിനിമയുടെ പ്രവർത്തകരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ട് എന്തോ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിയിട്ട് പോവുകയാണ്. എന്തായിരുന്നാലും എനിക്കും ഒരു ചാൻസ് കിട്ടിയ ചാൻസ് ഞാനും കളഞ്ഞില്ല. ഒരു പാട്ട് ഞാനും വായിച്ചോട്ടെ അവരുടെ കൂടെ.
വളരെ മനോഹരമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തെ കറക്കം നമ്മൾ നിർത്തുകയാണ്. ഇനി നമ്മൾ മണ്ണാർക്കാടാണ് പോകുന്ന PWD ഹൗസ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ കാഴ്ചകളിലുപരി വളരെ മനോഹരമായിട്ടുള്ള അടുത്ത ജില്ലകളിലെ വേറിട്ട കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് നാളെ എത്തുന്നതായിരിക്കും. എന്തായാലും നാളത്തെ വീഡിയോയിലൂടെ കാണാം. ഇതുവരെയ്ക്കും ബൈ.